നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ വേദനിക്കും. എന്നെക്കുറിച്ചും നഷ്ടപ്പെട്ട ജീവിതത്തിനെ കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടും. ഇനി നമ്മൾ തമ്മിൽ കാണില്ല, ഒരിക്കലും കാണില്ല. അച്ഛാ, എന്ത് വേണം? ഇതിനൊക്കെ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ കുട്ടി? നിന്റെ മുന്നിൽ വന്നിരിക്കുന്ന അവസരം ചെറുതാണോ? നിന്റെ കാര്യത്തിൽ ദൈവം പൂർണ്ണമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. ചെല്ലാന്ന് പറയൂ കുട്ടി, ചെന്ന് പാട്. ശ്യാമ മാഡത്തിന് വേണ്ടിയാന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. മാഡത്തിന്റെ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാവുമല്ലോ. വിളിച്ചു പറ ചെല്ലാന്ന്. നിന്നെ എല്ലാവരും അംഗീകരിക്കാനുള്ള വഴി ഇതായിരിക്കും. കൃഷ്ണ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അങ്ങനെ രക്ഷിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഇനി ഒരു തീരുമാനവും ഞാൻ എടുക്കുന്നില്ല. എല്ലാം അങ്ങേക്ക് വിടുകയാ. ശ്യാമ മാഡത്തിന് വേണ്ടി പാടാൻ പോകുന്ന ഈ പാട്ട് അവർക്കെല്ലാവർക്കും തൃപ്തിയാകുന്ന രീതിയിൽ എനിക്ക് പാടാൻ പറ്റണേ. ക്ഷേത്രത്തിൽ വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് എന്താ കാണാൻ വരാഞ്ഞ്? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ കഴുത്തില് ഞാൻ കെട്ടിയ താലി അഴിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചത് നിന്റെ ഭഗവാനല്ലേ? അതിനെന്താ അർത്ഥം? ഒന്നിച്ച് ജീവിക്കേണ്ടത് നമ്മളാണ് എന്നല്ലേ? എനിക്കറിയില്ല. എടോ, ക്ഷേത്രമുറ്റത്ത് നടക്കുന്ന സൂചനകൾ വ്യാഖ്യാനിക്കാൻ അച്ഛനറിയില്ലേ? അച്ഛനോട് ചോദിക്കാമായിരുന്നില്ലേ? അച്ഛനോടൊന്നും ചോദിക്കാൻ പറ്റില്ല, അച്ഛനൊന്നും അറിയിക്കാനും പറ്റില്ല. ദൈവം തന്ന സൂചനകൾ അച്ഛൻ വിശ്വസിക്കോ? എന്റെ ഭാര്യയാവാൻ നിനക്ക് താല്പര്യമാണോ? ഇല്ല. പ്രിയങ്കയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഒരു കാര്യവും നേടാൻ ആഗ്രഹമില്ല. എന്നോടുള്ള സ്നേഹം സത്യസന്ധമാണെങ്കിൽ, എന്റെ കുടുംബത്തിനെ കഷ്ടപ്പെടുത്തരുതെന്നൊരു തോന്നലും മനസ്സിലുണ്ടെങ്കിൽ അവളെ സ്വീകരിക്കണം. അവളോടൊപ്പം നന്നായിട്ട് ജീവിക്കണം. രാധിക, എനിക്ക് മടുത്തു. ഈ ജീവിതം തന്നെ മടുത്തു തുടങ്ങി. വലിയൊരു കള്ളത്തിന് മേലുള്ള ജീവിതം. വെറുപ്പാണ് എനിക്കതിനോട്. എന്നോടൊപ്പം ജീവിക്കില്ല എന്ന് നീ തീരുമാനം എടുത്താൽ എനിക്ക് എന്റെ ജീവിതത്തിൽ നിർണായകമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. നീ വേദനിക്കും. എന്നെക്കുറിച്ചും നഷ്ടപ്പെട്ട ജീവിതത്തിനെ കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടും. ഇനി നമ്മൾ തമ്മിൽ കാണില്ല, ഒരിക്കലും കാണില്ല.
അർത്ഥമില്ലാതായ ജീവിതത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. രാധികയെ എല്ലാ വിധത്തിലും ആശ്വസിപ്പിക്കുന്ന അങ്ങേക്ക് എൻ്റെ മനസ്സ് മനസ്സിലാവും എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് ഒരു കാരണവശാലും ഇളക്കം തട്ടരുത്. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ പേപ്പറുകളെല്ലാം അഡ്വക്കേറ്റ് ശരിയാക്കും. അത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് വരുണാണ്. അമ്മ വേണം അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് തന്നെ പറയാം. വലിച്ച വരുൺ ചുമതല ഏറ്റു കഴിഞ്ഞാൽ വരുണിന്റെ കൂടെ ഞാൻ നിന്നോളാം. അധികാരത്തിന്റെ പങ്കുപറ്റാനൊന്നുമല്ല, അവന്റെ ഒരു ഡ്രൈവറെ പോലെയോ കൂടെ നടക്കുന്ന ഒരാളെ പോലെയോ മതി. അതൊന്നുമല്ല, അതിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് നിനക്ക് ഞാൻ എന്റെ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്നത്. കേട്ടോ പത്മിനി, ഇന്നത്തെ യാത്രയിൽ മുഴുവൻ ഞാൻ ഗൗതമിനെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിങ്ങളെല്ലാം പറഞ്ഞു വിട്ടതല്ലേ, അത് അയാൾ കൃത്യമായിട്ട് ചെയ്തു. ഇവനെപ്പോലെ ഒരാൾ കൂടെ ആർക്കായാലും നല്ലതാ. ഏട്ടാ, എന്റെ ആങ്ങളയുടെ ഒരു ബിസിനസ് ഉണ്ട്. അവനൊരു സഹായിയായിട്ട് ഇവനെ വിടുവെന്ന് ഏട്ടൻ ചോദിച്ചിട്ടുണ്ട്. അതിപ്പോ പറ്റില്ലെന്ന് പറയണം. ഏട്ടൻ ഇവനെ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഇവനെ വിട്ടുകൊടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മനസ്സിലായോ? ഗൗതമിന്റെ കാര്യത്തില് നിനക്ക് പരിഭ്രമമൊന്നും വേണ്ട ഉർവശി. പുറത്തെവിടെയും പോണ്ടവൻ കണിമംഗലത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തട്ടെ. വരുൺ, ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ, അതിനു മുമ്പ് എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.